കർത്താവേ ഞാൻ പിൻചെല്ലും നിന്റെ രക്തം താൻ ചൊരിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും കൃപയാ ഞാൻ പിൻചെല്ലും ലോകമെന്നെ കൈവിട്ടാലും കൃപയാ ഞാൻ പിൻചെല്ലും. സുഭാഷിതം. അനുകരണം എന്നുള്ളത് എല്ലാ മനുഷ്യരിലും അന്തർലീനമായി കിടക്കുന്ന ഒരു സ്വഭാവമാണ്. അനുകരണം അല്ലെങ്കിൽ പകർത്തൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മറ്റൊരാളുടെ പെരുമാറ്റം നിരീക്ഷിക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന രീതിയെയാണല്ലോ നാം അനുകരണം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. ഫോളോ മൈ എക്സാമ്പിൾ ആസ് ഐ ഫോളോ ദ എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. വളരെ ഹ്രസ്വവും പ്രാധാന്യമുള്ളതും ധീരവുമായുള്ള ഒരു പ്രഖ്യാപനമാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രഖ്യാപനം ഒരുവന്റെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്നതാകുന്നു. ഇവിടെ പൗലോസ് അതൊരു അഹങ്കാരത്തോട് പറഞ്ഞതല്ല. പൗലോസ് കൊരിന്തിൽ വളരെ നാളുകളായി ജീവിച്ചു വരികയാണ്. ഒരു ദൈവസഭയ്ക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത പല ജീവിത രീതികളും കണ്ടുകൊണ്ട് അവരെ ശാസിക്കുന്നതായി മുൻപുള്ള അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പൗലോസ് ക്രിസ്തുവിനെയാണ് അനുകരിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവീൻ. ഞാനും എന്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് നാം വായിച്ച വാക്യത്തിലെത്തുന്നത്. നമ്മുടെ ജീവിത രീതികളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ദൈവസഭയാണ് കൊരിന്തിലെ സഭ. അവർക്ക് ഇടർച്ചയില്ലാത്തവരാകുവാനാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളവും നാം അനുവർത്തിക്കുന്ന ജീവിത രീതികൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള യാതൊരു മനുഷ്യർക്കും ഇടർച്ച വരുത്തുന്നതായിരിക്കരുത്. യേശു കർത്താവ് പഠിപ്പിച്ചത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്നാണ്. സ്വന്തം ശിഷ്യന്മാരുടെ കാൽ കഴുകിയ മാതൃകയാണ് യേശു കർത്താവ് കാണിച്ചു തന്നത്. യേശു കർത്താവ് ചെയ്തതുപോലെ നാമും ചെയ്യേണ്ടതിന് അവിടുന്ന് നൽകിയ ദൃഷ്ടാന്തമാണ് പൗലോസും അനുകരിച്ചിരുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ എന്നെ അനുകരിക്കുവീൻ എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം അദ്ദേഹം ഗലാത്യർ 2:20 എഴുതിയിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പൗലോസ് അനുകരിച്ച ഈ അനുകരണം നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ക്രിസ്തുവിനെയാണ് ഞാൻ അനുകരിക്കുന്നത് എന്ന് പറയുവാൻ കഴിയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ സഭയിൽ, വേണ്ട നമ്മുടെ വീടുകളിൽ പൗലോസിനെ പോലെ പറയുവാൻ കഴിയുമോ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളായിരിപ്പീനെന്ന്? നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുമോ, എന്റെ മാതാവ്, എന്റെ പിതാവ് ഞാൻ അനുകരിക്കാൻ കൊള്ളാകുന്ന മാതൃകയായ വ്യക്തിയാണെന്ന്? എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. ശോധന ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, പൗലോസ് അങ്ങയുടെ അനുകാരിയായിരുന്നു. ഞങ്ങളും അവിടുത്തെ അനുകാരികളായി ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. നിൻ പിന്നാലെ വരും ഞാൻ.